എന്നെ വിശ്വാസമാണ്, പക്ഷെ എന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമില്ല. അതെന്താ? ദേവ്ജിയെ കിട്ടില്ല. ആൻഡ് ഐ ഹാവ് മൈ ഓൺ റീസൺസ്. അത് ഇപ്പൊ പറയാൻ കഴിയില്ല. ദൈവത്തിന്റെ തന്നെ ഒരു വിളി എനിക്ക് വരും എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ഒരു വിളി വന്നതാണ്. ദേവ്ജി ഒന്നും ഉണ്ടായിരിക്കും. എന്റെ പൊന്നു ദൈവമേ, ദേവ്ജി താങ്കൾ സകലമാന പാർട്ടിയിലും കേറി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ BJP-യിലെത്തി, ഇപ്പൊ അവിടുന്ന് ഇറങ്ങി. അല്ല, താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് വട്ടാണോ? അതെ, വട്ട് തന്നെയാണ്. അപ്പൊ എന്റെ ഇതൊരു ഭ്രാന്തമായ ചിന്തയായിരിക്കാം. എനിക്കത് അറിഞ്ഞാ മതി. അല്ല, BJP-യുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ദേവ്ജി? ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുള്ള ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ BJP-ക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, BJP-യിലെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കാറില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അത് നമ്മളുടെ ഒരു മേഖലയല്ല. ഞാൻ എൻ്റെ ഒറ്റ സാരം എന്ന് വെച്ചാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? സീറ്റിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് ഈ സീറ്റിൽ പിന്നെ വന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അല്ല, ഇതൊക്കെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയോട് പറയാമായിരുന്നില്ലേ താങ്കൾക്ക്? ഈ രാജി വെക്കാനുള്ള ഒരു തീരുമാനം ഞാൻ ഒരു 6 മാസം മുമ്പ് എടുത്തിട്ടുണ്ട്, മാനസികമായിട്ട്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും വിളിച്ചു, അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. എന്നെ കാണാനോ എന്നെ കേൾക്കാനോ പറ്റിയില്ല. അങ്ങനെ പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഇപ്പം നമ്മളൊരു രാജ്യമൊക്കെ വെക്കേണ്ടത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വേദിയിൽ വെച്ചിട്ടാണല്ലോ. എന്തായാലും ദേവ്ജിയുടെ ഈ ഡയലോഗൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീൻ. എനിക്കിങ്ങനെയാ, ആർക്കെയും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളടിക്കണം. എന്നാലും എനിക്ക് എൻ്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. നല്ല പേരാ.